LLB കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രൊബേഷണറി ഓഫീസറുടെ ജോലി കിട്ടി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നല്ലൊരു ജോലി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. വലിയ സന്തോഷമായിരുന്നു നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ SFIയുടെ സംസ്ഥാന സമ്മേളനം, അതായത് 7ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്ന സമയത്താണ് ഞാൻ ജനറൽ സെക്രട്ടറി ആകാൻ നിർബന്ധിക്കപ്പെടുന്നത്. അത് നിർബന്ധിക്കപ്പെട്ടതാണ്, കാരണം എൻ്റെ മനസ്സതിന് പാകപ്പെട്ടതായിരുന്നില്ല. അപ്പോൾ ഇത് അമ്മയോട് പറയണമല്ലോ. വീടിൻ്റെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ അന്ന് റേഷൻ പോകാൻ കാശില്ലാത്ത ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അന്ന് പിന്നെ ഈ നമ്മുടെയൊക്കെ മനസ്സ് ഈ വിപ്ലവം അടുത്തിരിക്കുന്നു, സോവിയറ്റ് റഷ്യയെ പോലെ ചൈനയെ പോലെ പെട്ടെന്നൊക്കെ വിപ്ലവം ഇവിടെ വരുമെന്നുള്ള ഒരു വല്ലാത്ത ഒരു അനിവാര്യത, വിപ്ലവത്തെ സംബന്ധിച്ച ഒരു അനിവാര്യത മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങ് തറച്ചു കയറിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ഇന്നങ്ങനെ ചിന്തിക്കുമെന്നുള്ളത് വേറെ പ്രശ്നം കേട്ടോ. അപ്പോൾ അമ്മയോട് ഞാനിത് പറയുമ്പോൾ അമ്മ, ഞാൻ ഞെട്ടിപ്പോയി. അമ്മക്ക് എഴുത്തും വായനും അറിയില്ല. അമ്മ പറഞ്ഞു, ബാല, അതിനെന്താ പാർട്ടി തീരുമാനിച്ചല്ലേ. സാധാരണ നിലയിൽ ഞാനിത് പ്രതീക്ഷിച്ചു. രണ്ടാമത്തെ ഒരു അനുഭവം എനിക്കുണ്ടായത്, അമ്മ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ 2-3 ദിവസം അമ്മേൻ്റെ അടുത്തിരിക്കുകയാണ്, പാലക്കാട് നിന്ന് പോയിട്ട് വടകര കോപ്പറേറ്റീവ് ആശുപത്രിയിൽ. അപ്പം അമ്മ പറയുന്നത്, മോനെ അധികം ഇവിടെ നിൽക്കണ്ട, ആ പാർട്ടിക്കാർ മറന്നു പോകും എന്നുള്ളതാണ്. അതൊരു സാധാരണ നിലയിൽ ഒരു എഴുത്തും വായനയും അറിയാത്തൊരമ്മേൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ എത്ര വലിയ തത്വശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വാചകം വരില്ല. അപ്പോൾ നമ്മൾ ഈ ഔപചാരിക തലത്തിൽ നിന്ന് മാറുമ്പോൾ പാർട്ടിക്കാർ മറന്നു പോകുമോ എന്നൊരു ഉൾവിളി പോലെ ഈ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇതക്കെട്ടി വരികയാണ്. അപ്പോഴാണ് അമ്മേനെ ഓർത്തുപോയത്.